ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ നിധിയാണെങ്കിൽ വക്കീലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതെൻ്റെ കടുത്ത തീരുമാനമാണ്, ഇനിയും ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ടി വരുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഡിവോഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പറയും, കുട്ടിയുടെ സ്റ്റാൻഡ് ഇതാണെങ്കിൽ പിന്നെ ഡിവോഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, 1-2 തവണ ഇവിടേക്ക് വരേണ്ടി വരും എന്ന് പറയുമ്പോൾ താങ്ക് യു മാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഇറങ്ങുകയാണ് കേട്ടോ. അന്നേരം നമ്മുടെ നിധി ചോദിക്കും, സുധീഷേ എന്തിനാ നമ്മള് പ്രേമിച്ച് വിവാഹം കഴിച്ചാന്ന് പറഞ്ഞത്? നമ്മളെപ്പോഴാടോ പ്രേമിച്ചെന്ന് ചോദിക്കും. അതാണോ ഇപ്പൊ പ്രശ്നം? പിന്നെ അറേഞ്ച്ഡ് മാരേജ് ആന്ന് പറയാനൊക്കോ? അല്ലെങ്കിൽ പിന്നെ മറ്റൊരു വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ കള്ള കല്യാണമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ തന്നെ ആ ഓസ്ട്രേലിയൻകാരും മാനനഷ്ടത്തിന് നമ്മുടെ പേരിൽ കേസെടുക്കില്ലേ? അതുമല്ല, നമ്മൾക്ക് കല്യാണം നടത്തി തന്ന പോലീസുകാർ വരെ ഇതിൽ പെട്ടുന്ന് വരും എന്നൊക്കെ പറയുന്ന നേരം നിധി പറയും, ആ അത് ശരിയാണ്, സുധീഷിന് ഇടയ്ക്കൊക്കെ ബുദ്ധി വരുന്നുണ്ടല്ലേ, ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല കേട്ടോ. ആള് വിചാരിച്ച പോലെയല്ലല്ലോ, ഇടയ്ക്കൊക്കെ ബുദ്ധി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് ഇങ്ങനെ ഓർക്കുന്നുണ്ട്, കാഞ്ഞ ബുദ്ധി ഉള്ളതുകൊണ്ടാ ഇപ്പോഴും നീ എൻ്റെ കൂടെ ഉള്ളത്, ഇനി അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ നിധി പറയും, അതെ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോന്ന്. പിന്നെന്താന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണ് കേട്ടോ സുധീഷ്. അവിടെ എത്തിക്കഴിയുമ്പോൾ നിധിക്ക് ജ്യൂസും സുധീഷിന് പപ്സും ആണ് കേട്ടോ പറയുന്നത്. അപ്പൊ നിധി പറയും, അതെ സുധീഷേ, നമ്മുടെ ഈ ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ ഞാൻ സുധീഷിന് വലിയൊരു ട്രീറ്റ് തരും, ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഡിന്നർ. എന്ത് പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ എന്തിനെന്ന് ചോദിക്കാട്ടോ. അല്ല, ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ സുധീഷ് എന്ന് പറയുമ്പോൾ സുധീഷ് ഇങ്ങനെ മനസ്സിലാർക്കും, എന്തൊരു സാധന, എന്റെ ഫീലിങ്സ് മനസ്സിലാക്കുന്നില്ലല്ലോ എന്റെ ദൈവമേന്ന്. പക്ഷെ ഒരു വിഷമമുണ്ട് സുധീഷേ, സുധീഷ് കല്യാണം കഴിക്കുമ്പോഴേ അത് 2ാം കല്യാണാന്ന് പറയേണ്ടി വരും, അതിൽ എനിക്കൊരു വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ അതിന് മാഡം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനേ പെണ്ണാണാൻ പോകുമ്പോൾ മാഡത്തിനെ കൂടെ കൂട്ടിയിട്ട് പോവാം. എന്നിട്ട് മാഡം പറഞ്ഞാൽ ഞങ്ങളുടേത് ഒരു അഡ്ജസ്റ്റ്മെന്റ് വിവാഹമായിരുന്നു, അല്ലാതെ ഞങ്ങൾ തമ്മിലൊരു ബന്ധുവില്ല, ഞാൻ കുട്ടിയെ പറഞ്ഞ് മാഡം കൺവിൻസ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ആ അത് ശരിയാണല്ലോ, ഞാൻ എന്തായാലും സുധീഷിന്റെ കൂടെ വരും, എന്നിട്ട് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും, എന്താ പോരെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുധീഷ് മനസ്സിലോർക്കുന്നുണ്ട്, ആദ്യത്തെ കല്യാണം തന്നെ ചവിട്ടി മെതിച്ചിട്ടാ പോകുന്നത്, പിന്നെ അടുത്ത കല്യാണം എന്ന്. അപ്പോഴേക്കും നമ്മുടെ സുധീഷിന്റെ ആ താടിയിലൊക്കെ പപ്സ് ആവുന്നുണ്ട് കേട്ടോ. അത് കാണുന്ന നിധി, സുധീഷെ ചുണ്ടത്ത് പപ്സ് ഇരിക്കുന്നു എന്ന് പറയും. അപ്പോൾ നമ്മുടെ സുധീഷ് തട്ടുന്നുണ്ടെങ്കിൽ പോകുന്നില്ല കേട്ടോ. പോയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് നമ്മുടെ നിധി തട്ടിക്കൊടുക്കാൻ കേട്ടോ. അന്നേരം നമ്മുടെ സുധീഷിന് ഭയങ്കരമായിട്ട് സന്തോഷമാവണേ. അത് കണ്ട സുധീഷ് വീണ്ടും പപ്സ് എടുത്ത് താടിയിലൊക്കെ വെച്ച് തേക്കുകയാണ് കേട്ടോ. നിധി അതൊന്നും കാണുന്നില്ല. പിന്നീട് നിധി നമ്മുടെ സുധീഷിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ പപ്സൊക്കെ ഇരിക്കുന്നത് കാണാണ്. എന്താ നിധി, വീണ്ടും പപ്സായോ എന്ന് ചോദിച്ച് ടിഷ്യൂ പേപ്പർ കയ്യിലെടുത്തെടുത്തിട്ട് പറയും, വേഗം തുടച്ചു തന്നോളൂന്ന്. അയ്യോ, തൊടാനെത്തുന്ന സ്ഥലത്താണല്ലോ, സ്വന്തം അങ്ങ് തുടച്ചാൽ മതി എന്ന് പറയട്ടെ നമ്മുടെ നിധി. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് ഹാപ്പി ആയിരുന്നു ഭക്ഷണം കഴിക്കുന്ന കപ്പിൾ നമ്മൾ തന്നെ ആയിരിക്കുന്നത്. കപ്പിളോ? അല്ല, ഒരാണും പെണ്ണും, അങ്ങനെ പറഞ്ഞാലോ? ആ അങ്ങനെ പറയാം. എന്താ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിധി പറയും, അതിനെ ഒരു കാരണമുണ്ട്, കാരണം സിമ്പിളാണ്, നമ്മൾ തമ്മിൽ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷിനാകെ ടെൻഷനാണ് കേട്ടോ. ഇന്ന് അവിടെ വന്ന പലരും എന്ത് സ്നേഹത്തോടെ കല്യാണം കഴിച്ചതായിരിക്കും അല്ലേ, ഇന്ന് ശത്രുക്കളായിട്ടാ വന്നിരിക്കുന്നേ. എത്രയോ പേരുണ്ടാവല്ലോ ഉള്ളു തുറന്ന് സ്നേഹിച്ചവർ, അവര് പിരിയുമ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സുധീഷ് പറയും, അതൊക്കെ എത്രയോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം, അതിനേക്കാൾ ഉപരി ഒരാളെ ഇഷ്ടപ്പെട്ടിട്ട് അയാൾക്കത് മനസ്സിലാവാതെ ഇരിക്കുക എന്നുള്ളതാ. അങ്ങനെയാണോ ആവോ, ആർക്കറിയാന്ന് പറയട്ടോ നമ്മുടെ നിധി. ഇനി എത്ര നാളുണ്ടാവോ ഈ കൗൺസിലിംഗ് ആവോ? എന്നോട് ഒരുപാട് സംസാരിച്ചപ്പോൾ എനിക്ക് ബോറടിച്ചു എന്നൊക്കെ നമ്മുടെ നിധി പറയുന്ന നേരത്ത് സുധീഷ് പറയും, എന്നോട് സംസാരിച്ച നേരത്ത് എനിക്കും തോന്നി ഡിവോഴ്സ് അങ്ങ് മാറ്റി വെച്ചിട്ട് അങ്ങ് ജീവിച്ചു തുടങ്ങിയാലോന്ന്. അയ്യടാ, അങ്ങനെ ഒരു ആഗ്രഹമേ മനസ്സിൽ വേണ്ട, നമ്മൾ ഇതുവരേക്കും ഫ്രണ്ട്സ് ആയിരുന്നു, ഇനി അങ്ങോട്ടും ഫ്രണ്ട്സ് തന്നെയാ എന്ന് പറയാണ് കേട്ടോ നിധി. പിന്നീട് സുധീഷ് ആണെങ്കിൽ നിധിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇന്ന് പ്രത്യേക ഒരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്താന്ന് ചോദിക്കുമ്പോൾ, നിധിയെ ഇന്ന് പ്രത്യേകമായിട്ടൊരു ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ നിധിയുടെ മുഖം അങ്ങ് താഴുവേ. അല്ല, എന്നും ഭംഗിയുണ്ട്, ഇന്ന് പ്രത്യേക സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുമ്പോൾ താങ്ക്സ്. അത് പിന്നെ ഇന്ന് വലിയൊരു ഭാരം ഇറക്കി വെക്കാൻ പോവല്ലേ,
അതിന്റെ സന്തോഷം കൊണ്ട് തോന്നുന്നതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും സുധീഷ് പറയും, അല്ല കുടിച്ചു കഴിഞ്ഞാലേ നമുക്കങ്ങ് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് വേഗം ജ്യൂസൊക്കെ കുടിച്ച് പോകുകയാണ് കേട്ടോ രണ്ടുപേരും കൂടി. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹരീഷ് ആണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ്. അപ്പൊ ആളുടെ വർക്കേഴ്സ് ഭയങ്കര തമാശിച്ച് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അവര് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നീതുവിന്. അങ്ങനെ അവര് ചായ കുടിക്കാൻ പോകുന്ന നേരം ഹരീഷ് ആ ഫോൺ എടുത്ത് നീതുവിന് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് നീതു ആണെങ്കിൽ ബോറടിച്ചിരിക്കുകയാണേ. നീതു ആ ഫോൺ എടുത്ത് വെറുതെ നോക്കുമ്പോൾ ആള് ഓൺലൈനിലാണല്ലോ, എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അന്നേരം ഹരീഷ് കൊടുക്കാനിരിക്കുന്ന മെസ്സേജ് ഒന്നും ടൈപ്പ് ചെയ്തത് ഒഴിവാക്കിയിട്ട് ഫോൺ അവിടെ ഇട്ടേച്ച് പോകട്ടോ. അപ്പൊ നീതുവിനും ടെൻഷനായിട്ട് ഫോൺ എറിയാണ് കേട്ടോ. ആ സമയമാണെങ്കിൽ നമ്മുടെ സുധീഷ് ഒരു പോലീസുകാരനെ വിളിച്ചു വരുത്താനിട്ട് ഒരു കൂൾബാറിലേക്ക് അവിടെ ചെല്ലുമ്പോൾ വടയും ചായയും പറയട്ടെ സാറേ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് വടയും ചായയോ? ഒരു 5-6 പൊറോട്ടയും ബീഫ് ചില്ലിയും പറ, പിന്നെ 3 എൻ്റെ ഭാര്യയ്ക്ക് പാർസലും വേണം എന്ന് പറയുമ്പോൾ സുധീഷ് പറയും, കുട്ടികൾക്ക് വേണ്ടേ സാറേ എന്ന്, നിനക്ക് ഭാഗ്യമുണ്ട് അവര് ഇവിടെ ഇല്ല എന്ന് പറയണം കേട്ടോ, ഇതിന് നല്ലൊരു സംഖ്യ തരേണ്ടി വരും എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയും, സാറേ എൻ്റെ ലൈസൻസേ ഇവിടുത്തെ SI വാങ്ങി വെച്ചേക്കാണ്, അതുകൊണ്ട് പണിയില്ല, അപ്പൊ തരാനുള്ള ക്യാഷ് മുഴുവൻ അടുത്ത മാസം ഒന്നിച്ചങ്ങ് തരാം. അപ്പോൾ സാർ എന്ത് വേണമെങ്കിൽ പറഞ്ഞാലും ഞാനത് സാധിച്ചു തരാം, ഈ കാര്യം ഒന്ന് സംസാരിക്കോ നിധിയുടെ അടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പോലീസുകാരനെ. നിന്റെ ലൈസൻസ് പിടിച്ചു വെച്ചെന്നോ, എന്നിട്ടാണോടാ ഈ പരിപാടി എന്നോട് പറയുന്നേ, എന്റെ തൊപ്പി തെറിക്കുന്ന കാര്യമില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സുധീഷ് കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം ആ പോലീസുകാരൻ നിധിയെ വിളിക്കുകയാണ്. നിധിയെ വിളിച്ചിട്ട്, കുട്ടി എന്താ ഈ പരിപാടി ചെയ്യുന്നത്, ഡിവോഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കോർട്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിധി ചോദിക്കും, സാറിനോട് ആരാ പറഞ്ഞേന്ന്. അന്നേരം സുധീഷ് പറയുന്നുണ്ട് കേട്ടോ, അയ്യോ സാറേ ഞാനാണെന്ന് പറയില്ലേ, ആര് പറഞ്ഞു എന്നതിലല്ല കാര്യം, കൊടുത്തോ ഇല്ലയോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ തന്നെ ചോദിക്കട്ടോ പോലീസ്. ആ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ